നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പത്മാസനം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതിൻ്റെ തയ്യാറെടുപ്പായിരുന്നു. അതിനുവേണ്ടി നമ്മൾ 3-4 ആസനങ്ങൾ നമ്മൾ തനിയെ പഠിച്ചു. റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ നമ്മളുടെ ശരീരം, പ്രത്യേകിച്ച് കാൽഭാഗവും ഇടുപ്പ് ഭാഗവും നന്നായിട്ട് അയഞ്ഞു വന്നിട്ടുണ്ട്. ഈ അയവ് വന്നതിന് ശേഷം, ഫ്ലെക്സിബിലിറ്റി വന്നതിന് ശേഷം പത്മാസനം ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം പത്മാസനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കാലുകൾ നീട്ടി വയ്ക്കാം. കാല് നന്നായിട്ടൊന്ന് കുടയുക, നിവർന്നിരിക്കുക. ഹിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നിവർന്നിരിക്കണം. കാലുകൾ പരസ്പരം ചേർത്ത് വയ്ക്കണം. ആദ്യം വലത്തെ കാല് മുട്ടിൽ നിന്ന് മടക്കി ഇടത്തെ തുടയുടെ അങ്ങ് അറ്റം വയ്ക്കുക. അതായത് ഇടുപ്പിനോട് ചേർത്ത് മാക്സിമം വയ്ക്കുക. ചേർത്ത് വച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം പതുക്കെ സാവധാനത്തിൽ ഇടത്തെ കാൽമുട്ട് മടക്കി നമ്മൾ വലത്തെ മുട്ടിനോട് വന്നതിന് ശേഷം വളരെ പതുക്കെ നമ്മളുടെ കാല് കുഞ്ഞുങ്ങൾ എടുക്കുന്ന പോലെ എടുത്ത് മറ്റേ കാലിൻ്റെ മുകളിലോട്ട് വെക്കുക. 2 മുട്ടുകളും താഴ്ത്തി കൈകൾ ചിന്മുദ്രയിൽ വെച്ച് നിവർന്നിരിക്കുക. കണ്ണുകൾ അടച്ച് റിലീസ് ചെയ്യുമ്പോൾ കണ്ണുകൾ തുറക്കാം. അവസാനം വെച്ചത് നമ്മൾ ഇടത്തെ കാലാണ്. ആദ്യം ഇടത്തെ കാല് തന്നെ നമ്മൾ മുന്നിലേക്ക് നീട്ടി വയ്ക്കണം. ശേഷം നമ്മളുടെ വലത്തെ കാല് നീട്ടി വയ്ക്കുക. സ്ട്രെച്ച് ചെയ്യുന്നവർക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം കൈ ബാക്കിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളിന്ന് പത്മാസനം ചെയ്തു അല്ലേ? ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചിലവർ നമ്മൾ പ്രതീക്ഷ പോലെ കാല് ഇടുപ്പിലിരിക്കണം എന്നില്ല. ചിലപ്പോൾ കാല് വഴുതി ഇങ്ങനെ ചറുകി പോകുന്ന പോലെ തോന്നും. ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് പോകരുത്. അത് നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മളുടെ കാലിരിക്കുന്നത് ആ പൊസിഷനിൽ വെച്ചുകൊണ്ട് തന്നെ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ഒരു 10 സെക്കൻഡ്, പിന്നെ ഒരു 20 സെക്കൻഡ്, അങ്ങനെ കൊണ്ടുപോവുക. ബുദ്ധിമുട്ട് തോന്നുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ പാദത്തിൻ്റെ ഈ ഭാഗത്ത് ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ ടൈറ്റ്, നമുക്ക് ഇറുക്കം ഫീൽ ചെയ്യുന്ന നമ്മളുടെ മുട്ടിൻ്റെ മുകളിലും ആയിരിക്കും. ഓക്കെ. പിന്നെ പ്രയാസം വരുന്നവരാർക്കൊക്കെയാണെന്ന് വെച്ചാൽ ഈ തൊട വണ്ണമുള്ള വ്യക്തികൾക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും ഇത് ചെയ്യാനായിട്ട്. സാരമാക്കേണ്ട, റെഗുലറായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ ആസനങ്ങളും കൂടെ കുറച്ച് അധികം നാൾ പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് പത്മാസനം ചെയ്യാൻ പറ്റും. പത്മാസനം ഒരു മെഡിറ്റേറ്റീവ് ആസനമാണെങ്കിൽ കൂടിയും ഇതിന് ഒത്തിരി തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്യുന്നത് അല്ലേ? കാല് മടക്കി വയ്ക്കുക, മറ്റൊരു കാല് അതിൻ്റെ പുറത്ത് വയ്ക്കുക എന്നുള്ള. അപ്പോൾ മനസ്സിൻ്റെ ശക്തി, നമ്മളുടെ വിൽ പവർ കൂട്ടാനായിട്ട് സാധിക്കും. ഒരു പോയിന്റിൽ തന്നെ ഏകാഗ്രതമായിട്ട് നോക്കി ഇരിക്കാനായിട്ട് നമ്മളിതിന് സഹായം ചെയ്യും. കാരണം നമ്മൾ ലോക്കായിട്ടിരിക്കുവാണ് അല്ലേ? അപ്പോൾ ആ ലോക്കായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് നിവർന്ന് ഇരുന്ന് ഏകാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി ചെയ്യാൻ പാടില്ലാത്ത വ്യക്തികൾ, കാൽമുട്ട് അധികമായിട്ട് വേദനയുള്ള, തേയ്മാനമുള്ളവർ, ഇടുപ്പിന് തേയ്മാനമുള്ളവർ, റീസെൻ്റായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സ്പൈൻ സർജറിയോ എന്തെങ്കിലും ചെയ്തിട്ടുള്ളവർ ഒഴിവാക്കുക. ബാക്കിയുള്ള എല്ലാ വ്യക്തികൾക്കും റെഗുലറായിട്ട് ചെയ്യാവുന്ന ഒരു മെഡിറ്റേറ്റീവ് ആസനമാണ് പത്മാസനം. നന്ദി, നമസ്കാരം.